ഇപ്പോൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അല്ലേ, ഫോർ ലൂപ്പ് പറഞ്ഞു, വൈൽ ലൂപ്പ് പറഞ്ഞു, ഡു വൈൽ ലൂപ്പ് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? നെസ്റ്റഡ് ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ലൂപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാനൊരു മീനിങ് പറഞ്ഞു. നെസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്. ഇപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് അല്ലേ. അപ്പം ഇതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നെസ്റ്റഡ് ഇഫ് ഇല്ലേ. അപ്പോൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് വരുന്നതാണ് എന്ത്? നെസ്റ്റഡ് ഇഫ്. ഇപ്പോൾ നെസ്റ്റഡ് ഫോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഫോറിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫോർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നെസ്റ്റഡ് വൈലാണെങ്കിൽ എന്തായിരിക്കും? ഒരു വൈലിൻ്റെ ഉള്ളിൽ മറ്റൊരു വൈൽ വരുന്നത്. പറ മനസ്സിലായി. അപ്പോൾ നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ നെസ്റ്റഡ് എന്ന് കേട്ട് കഴിഞ്ഞാലും ആ മീനിങ് ഓർത്ത് വെക്കുക. ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന്. അപ്പോൾ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് പറയാം. പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. എന്ന് വെച്ചാൽ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് കണ്ടെയ്ൻ ഇന്നർ ലൂപ്പ് ആൻഡ് ആൻ ഔട്ടർ ലൂപ്പ്. കാരണം നെസ്റ്റഡ് ലൂപ്പിനകത്ത് എന്തുണ്ടാവും? ഒരു ഇന്നർ ലൂപ്പ് ഉണ്ടാവും, ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇന്നറും ഔട്ടർ രണ്ട് ലൂപ്പ് ഉണ്ടാവില്ല. ഒരു ലൂപ്പിന് മറ്റൊരു ലൂപ്പ് അല്ലേ. അപ്പം ഇന്നർ ലൂപ്പ് ഉണ്ട്. ഉള്ളത്തെ ഒരു ലൂപ്പാണ് എന്ത്? ഇന്നർ ലൂപ്പും പുറത്തുള്ള ലൂപ്പാണ് എന്ത്? ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെസ്റ്റഡ് ലൂപ്പ്, the inner loop statement will be executed repeatedly as long as the condition of the outer loop is true. എന്ന് വെച്ചാൽ അവിടെ എന്താ പറയുക? നെസ്റ്റഡ് ലൂപ്പിൽ എന്ന് വെച്ചാൽ ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഓഫ് ദ ഔട്ടർ ലൂപ്പ് ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടായിരിക്കുമല്ലോ. അപ്പം ഓൾറെഡി നമ്മൾ ആദ്യം കൊടുക്കുന്ന ലൂപ്പിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉള്ളത്തെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഏത് വരെ പോകുന്നുണ്ട്? ആ ഒരു ട്രൂ ആവുന്നവരെ അല്ലെങ്കിൽ അത് ഫോൾസ് ആവുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താ? ഉള്ളിൽ കൊടുക്കുന്ന ലൂപ്പിന് നമ്മൾ എന്ത് പറയും? ഇന്നർ ലൂപ്പ് എന്നും പുറത്ത് കിടക്കുന്ന ലൂപ്പിന് നമ്മൾ എന്ത് പറയും? ഔട്ടർ ലൂപ്പ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദി ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് എ കണ്ടീഷൻ ഓഫ് ദ ഔട്ടർ ലൂപ്പ് ഈസ് ട്രൂ. കാരണം ആ ഒരു ഔട്ടർ ലൂപ്പ് ട്രൂ ആവുന്നവരെ എന്ത് ചെയ്യും? ആ കണ്ടീഷൻ ട്രൂ ആവുന്നവരെ അല്ലെങ്കിൽ ആ ട്രൂ അതിനനുസരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ആ ഒരു ഇന്നർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെസ്റ്റഡ് ലൂപ്പിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ. 4 int i equal to 1, i less than or equal to 5, i plus അല്ലെങ്കിൽ പ്ലസ് പ്ലസ് ഐ. ഐ പ്ലസ് പ്ലസ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ പ്ലസ് പ്ലസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ മറ്റൊരു ലൂപ്പ് കണ്ടോ? 4. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഔട്ടർ ലൂപ്പും ഇതെന്തായിരിക്കും? ഇന്നർ ലൂപ്പും ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി? ഇത് ഔട്ടർ ലൂപ്പും ഇതെന്തായിരിക്കും? ഇന്നർ ലൂപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രിന്റ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് കണ്ടോ? നമ്മൾ 1 2 2 3 3 4 4 5 5 ഇങ്ങനെ നമുക്ക് എന്ത് വേണം? പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 4 5 5 റോ ഉണ്ട്. അതേപോലെ തന്നെ 1 2 3 4 5 എത്ര കോളംസ് ഉണ്ട്? 5 കോളംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൂപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലൂപ്പ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കോളത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് അതിൻ്റെ ഐ ഈക്വൽ ടു 1 നമ്മൾ ആദ്യം കൊടുത്തു. ഇനീഷ്യലൈസേഷനിൽ നമ്മൾ ആദ്യം കൊടുത്തു ഐയുടെ വാല്യൂ 1 കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 5 കൊടുത്തു. എന്നിട്ട് ഐയുടെ വാല്യൂ ഏത് വരെ പോകാൻ പാടുള്ളൂ? 5 വരെ പോകാൻ പാടുള്ളൂ. ദെൻ അപ്ഡേഷൻ കൊടുത്തു. ഇൻറ്റ് ഐ ഈക്വൽ ടു എന്ത് കൊടുത്തു? നമ്മൾ 1 എന്ന് കൊടുത്തു. സോറി, ഇൻറ്റ് ഐ അല്ല ജെ അല്ലേ. ഇവിടെ ജെ ആണ്. ജെ ഈക്വൽ ടു എന്ത് കൊടുത്തു? നമ്മൾ 1 എന്ന് കൊടുത്തു. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് പോസിഷൻ ഒന്നാമത്തെ റോല് 1 എന്ന് പറയുന്ന സംഖ്യയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ എത്ര ഉണ്ടല്ലേ? ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നത്? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കൊടുത്തത്. ദെൻ ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ നോക്കും. ദെൻ ആ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും? 5-നേക്കാളും ചെറുതാണോ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ലൂപ്പിലോട്ടേക്ക് വരും. ലൂപ്പിലോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ആദ്യത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും? അത് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും ചെക്ക് ചെയ്യും. ഈ 5 കഴിഞ്ഞ് 6 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു ലൂപ്പ്, ഈ ലൂപ്പിനുള്ളിൽ എന്ത് വന്നു? മറ്റൊരു ലൂപ്പ് വന്നു. അപ്പോൾ ഈ പുറമേ ഉള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? ഔട്ടർ ലൂപ്പ് എന്നും ഉള്ളിലുള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ലൂപ്പ് എന്നും പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇഫ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈലാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വൈല് കണ്ടീഷൻ എന്ത് ചെയ്യും? ആ ഒരു സംഭവം എഴുതിയിട്ട് വീണ്ടും എന്ത് ചെയ്യും? വൈല് കൊടുത്തിട്ട് വീണ്ടും എഴുതും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? നെസ്റ്റഡ് വൈൽ എന്ന് പറയുന്നത്.
പറ മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും മറന്നു പോകാതെ നെസ്റ്റഡ് വൈൽ, നെസ്റ്റഡ് ഫോർ ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, ആ ഒരു ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ്, ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ. ഓക്കെ ആണല്ലോ? ഇങ്ങനെ എഴുതുന്നതാണ് എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ജമ്പ് ചെയ്യുക, ഒന്നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പം ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ കൺട്രോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നോർമലി നമ്മൾ മീൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ചാടാം അല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കാരണം സിമ്പിളാണ്, ഇതും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറ്. കാരണം കുഞ്ഞു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. കാരണം ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ അൺകണ്ടീഷണൽ ജംപ്. അൺകണ്ടീഷണൽ ജംപ് മറക്കരുത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഡു വൈൽ ലൂപ്പൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കണ്ടീഷണൽ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ, കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിനുശേഷമാണ് ആ ഒരു എക്സിക്യൂട്ട് നടന്നിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, അൺകണ്ടീഷണൽ ആണ്. നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും നമ്മൾ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക, നിങ്ങൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ്, അൺകണ്ടീഷണൽ ജമ്പ് ആണ്. അൺകണ്ടീഷണൽ ആണ്, കാരണം പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ എന്താണ് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ ഗോ ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ. കാരണം ഈ ഗോ ടു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, പ്രോഗ്രാമിനെ കൺട്രോൾ മാറ്റുന്നതാണ് എന്ത്, ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ജമ്പിംഗ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതാണ്. അപ്പോൾ 4 ടൈപ്പ് ഉണ്ട്, റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, ദെൻ കണ്ടിന്യൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗോ ടു. ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, അൺകണ്ടീഷണൽ ജമ്പിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. കാരണം ഗോ ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അൺകണ്ടീഷണൽ ജംപ്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ ആണ്? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഈ സിൻടാക്സ് നോക്കിക്കേ, ലേബൽ. ലേബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ സാധാരണ ചുമ്മാ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ടേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കല്യാണ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു വഴി കാണിക്കാറില്ലേ, അതേപോലെ തന്നെ കാണിക്കുന്ന ഒരു ലേബലാണ് അവിടെ. ഓക്കെ, ലേബൽ ഈസ് യൂസ് ടു സെറ്റ് ദ ഡെസ്റ്റിനേഷൻ. ലേബൽ ഈസ് എൻ ഐഡന്റിഫയർ. കാരണം ഇത് ശരിക്കും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അവിടെ എന്ത് കൊടുക്കും, കുറേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ദെൻ ഗോ ടു ലേബൽ. ദെൻ എന്താണ് ഒരു പി എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇൻഡ് i = 1 സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ലേബിളാണ്. ഇതിന്റെ പേര്, ലേബലിന്റെ പേര് എന്താ, സ്റ്റാർട്ട് എന്നാണ് ഈ ലേബലിന്റെ പേര്. അപ്പം നമ്മളിപ്പോൾ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആരോ മാർക്ക് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ കല്യാണ വീടിന്റെ പേരൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ലേബലിന്റെ പേരെന്താ, സ്റ്റാർട്ട് എന്നാണ്. സി ഔട്ട് ലെസ് ദാൻ i ഇവിടെ പ്രിന്റ് ചെയ്യണം. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാ, i++ ഇഫ് i <= 10. ഇവിടെ എന്താ ഒരു ഇവിടെ ഇത് കൊടുത്തു എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ <= 10 ആകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, ഗോ ടു സ്റ്റാർട്ട്. എവിടേക്ക് പോവും, അത് ഈ ഒരു സ്റ്റാർട്ടിലോട്ടേക്ക് പോവും. പറഞ്ഞാൽ മനസ്സിലായ, ലേബൽ എങ്ങോട്ടാ പോകേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എങ്ങോട്ടേക്ക് പോവും, സ്റ്റാർട്ടിലോട്ട് പോയിട്ട് ഇവിടെയുള്ള സംഭവം പ്രിന്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ വെൻ കണ്ടീഷൻ ഈസ് ട്രൂ പ്രോഗ്രാം കൺട്രോൾ ടേക്സ് ടു സ്റ്റാർട്ട് എ ലേബൽ. കാരണം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഗോ ടു എങ്ങോട്ട് പോകും, സ്റ്റാർട്ടിലോട്ട് പോകും. സ്റ്റാർട്ടിൽ എന്താണോ കിടക്കുന്നത്, സി ഔട്ടാണ്. സി ഔട്ട് എന്ന് പറയുന്നത് എന്താ, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 ആണല്ലോ, 1 ആകുമ്പോൾ അവിടെ 1 എന്ന് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. ദെൻ അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും അത് ഇൻക്രിമെന്റ് ആവും, എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആകുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് 2 എന്താണ്, കണ്ടീഷൻ ശരിയാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിലോട്ട് പോകും, 2 എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്ത് 11 എത്തുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. പറഞ്ഞാൽ മനസ്സിലായി? പ്രത്യേകിച്ച് നമ്മൾ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി? ഗോ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ലേബിൾ നമ്മൾ കൊടുക്കും. മെയിനായിട്ട് ആലോചിക്കേണ്ട ഈ ഒരു സിൻടാക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ലേബിൾ കൊടുക്കും, ദെൻ ഗോ ടു ലേബൽ. ഈ ഗോ ടു ലേബിൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ ലേബലിലോട്ടേക്ക് പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ആണ്.
ഇപ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അല്ലേ, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട് ബ്രേക്ക്, സ്വിച്ചിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ബ്രേക്ക് എന്ന് പറയുന്നത്. സ്വിച്ചിൻ്റെ സിൻടാക്സ് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രേക്ക് എന്ന്. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ടെർമിനേറ്റ് ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ലൂപ്പ് എന്നോ സ്വിച്ച് എന്നോ നമ്മൾ എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ ലൂപ്പ് എന്നോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റോ നമ്മൾ എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജംപ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4 × i = 1, i <= 5 എന്താണ്, i++. ഓക്കെ, i++, ദെൻ എന്താണ്, i = 3. i = എന്താണ്, 3 ആണ്. ദെൻ ബ്രേക്ക് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഐയുടെ വാല്യൂ കൊടുത്തു, i <= 5 കൊടുത്തു, i++. വെൻ i become 3, പ്രോഗ്രാം കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. എന്ന് വെച്ചാൽ i 3 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഐയുടെ വാല്യൂ എപ്പോഴാണോ 3 ആവുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും, ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് കൊടുത്തെന്ന് വെച്ചാൽ ആ ലൂപ്പിൽ നിന്ന് മൊത്തമായിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വന്നിട്ട് എന്താ സംഭവിക്കുക, എന്താണോ ആദ്യം വന്ന രണ്ട് വാല്യൂസ്, ഇപ്പോൾ 1ഉം 2ഉം അത് മാത്രമേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ 5 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ 4 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് പുറത്തേക്ക് വന്നിട്ട് ബാക്കി നമുക്കിവിടെ എന്തേ പ്രിൻറ്റ് ചെയ്യുള്ളൂ, 1 2 3 എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എവിടെ വെച്ചിട്ടാണോ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുവരെയുള്ള സംഭവം മാത്രമേ നമുക്ക് എന്തിൽ വരുള്ളൂ, ഔട്ട്പുട്ടിലോട്ടേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക് മെയിനായിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, യൂസ്ഡ് ടു ടെർമിനേറ്റ് ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ലൂപ്പ് എന്നും അതേപോലെ സ്വിച്ച് എന്നും നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ സിമ്പിളാണ്. ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും സ്വിച്ച് എന്നും നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇവിടെ i = 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. ഈ കണ്ടീഷൻ ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ 3 ആവുന്ന സമയത്ത്, ഇപ്പോൾ i = എന്ന് പറയുമ്പോൾ എന്താ, ഐയുടെ വാല്യൂ 3 ആണെന്നാണ്. ജസ്റ്റ് ഈക്വൽ ടു ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്, മറന്നു പോകരുത്. അപ്പോൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ 3 ആകുമ്പോൾ ഐയുടെ വാല്യൂ 3 ആയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. ദെൻ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, എന്താണോ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന വാല്യൂസ്, ഇപ്പോൾ 1ഉം 2ഉം അല്ലേ, 3 ആകുമ്പോൾ അത് ബ്രേക്ക് ആയില്ലേ, അപ്പോൾ 1ഉം 2ഉം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ, ബ്രേക്ക് എന്താണെന്ന് മനസ്സിലായോ, ഓക്കെ അല്ലേ. അടുത്ത മൂന്നാമത്തെ ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ. അപ്പോൾ നോക്കുക, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഫോർ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. When a continuous statement is executed in a loop, it skips the remaining statement in the loop and start next iteration of the loop. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. 4 × i = 1, i <= 5 ++ i എന്ന് കൊടുത്തു. ഓക്കെ, ഇഫ് i = 3 ദെൻ കണ്ടിന്യൂ എന്ന് കൊടുത്തു അല്ലെ. നമ്മൾ നേരത്തെ ബ്രേക്ക് കൊടുത്തല്ലോ. ബ്രേക്ക് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉണ്ടായത് അത് മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐയുടെ വാല്യൂ 3 ആവുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ എന്ത് ചെയ്യില്ല, അവിടെ കാണുക, അത് സ്കിപ്പാവും. അവിടെ നടക്കുന്ന ഐട്രേഷൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വാല്യൂസും കൂടെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ആ 3 അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താ വരിക, 1 2 4 5 എന്ന് വരും. ഇപ്പോൾ നമ്മൾ 4ൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ 4 ഒഴിവാക്കിയിട്ട് 1 2 3 5 എന്നായിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായെന്ന് വെച്ചാൽ, വെൻ i become 3, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ടു നെക്സ്റ്റ് ഐട്രേഷൻ ബൈ സ്കിപ്പിംഗ് cout i സ്റ്റേറ്റ്മെന്റ്. കാരണം എന്ത് ചെയ്യും, ആ ഒരു അപ്പം നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അപ്പം നടക്കുന്ന പ്രോഗ്രാം എന്ത് ചെയ്യും, നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ എന്താണ് ഐയുടെ വാല്യൂ 3ലോട്ടേക്ക് എത്തുമ്പം ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് അതിൻ്റെ മീനിങ്, കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഫോർ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. കാരണം കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെക്സ്റ്റ് ഐട്രേഷൻ, കാരണം ഫോഴ്സ് ചെയ്യുക, അടുത്തതിലോട്ട് പോകണം. ആ സംഭവം എന്ത് ചെയ്തു, സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. അതാണ് എന്ത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ ലൂപ്പ്, ഇറ്റ് സ്കിപ്പ് ദ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ് ദ ലൂപ്പ് ആൻഡ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. കാരണം അപ്പം നടക്കുന്ന എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തിട്ട്, അപ്പം നടക്കുന്ന സംഭവം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ബാക്കിയുള്ളത് എന്ത് ചെയ്യും, അവിടെ എക്സിക്യൂഷൻ നടക്കുന്നതാണ് എന്ത്, കണ്ടിന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താ, എവിടെ വെച്ചിട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവും. പക്ഷേ കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താണ്, എവിടെ നിന്നാണോ നമ്മൾ കണ്ടിന്യൂ കൊടുത്തത് ആ ഒരു ഐട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിലുള്ളതും ബാക്കിലുള്ളതും എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് എന്ത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായത് നിങ്ങൾക്ക്. കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ നടക്കുന്ന ആ ഒരു ഐട്രേഷൻ മാത്രം എന്ത് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് സ്കിപ്പ് ചെയ്യും, ബാക്കിയുള്ളത് കണ്ടിന്യൂ ആയിട്ട് പോകും. അതിനാണ് കണ്ടിന്യൂ, ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ആയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ, ഓക്കെ ആണോ,
അപ്പോൾ നാലാമത്തെ ജെം സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളിപ്പോൾ പ്രോഗ്രാം ഒക്കെ എഴുതിയ സമയത്ത് റിട്ടേൺ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഏറ്റവും അവസാനം നിങ്ങൾ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനം കൊടുക്കുന്ന ഒരു കോഡാണ് എന്ത് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് എന്താ? ദ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു കോളിംഗ് പ്രോഗ്രാം ഓർ ടു ബി കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നമ്മളിപ്പോൾ വൈൽ ഫോർ ഒരു ഫംഗ്ഷൻ കൊടുക്കലോ, ആ ഫംഗ്ഷൻ അതിനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്താണ് എൻഡ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ജെം സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അധികം റിട്ടേൺ 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നിങ്ങൾ എന്ത് എഴുതാറുണ്ട്? റിട്ടേൺ 0 എന്ന് എഴുതാം. ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ റിട്ടേൺ 0 നമ്മൾ എന്ത് ചെയ്യും എഴുതാറുണ്ട് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടോ ആണ് നമ്മളൊരു മെയിൻ എന്താണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷന് ബാക്കോട്ട് അല്ലെങ്കിൽ കോളെ തിരിച്ചങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കുക, പ്രോഗ്രാമിനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് പുറത്തേക്ക് വരാം അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ എക്സിറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൊത്തം പ്രോഗ്രാമിന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊത്തം പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? എക്സിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോഡ് എന്ന് പറയുന്നത്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമിന് എൻഡ് ആണ്, അത് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായപ്പോൾ നമ്മൾ 4 ജെം സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ദെൻ എന്താണ്? റിട്ടേൺ. പിന്നെ നമ്മൾ ജസ്റ്റ് എക്സിറ്റ് പറഞ്ഞു. എക്സിറ്റ് എന്ന് പറയുന്നത് എന്താ? മൊത്തം പ്രോഗ്രാമിന് ടെർമിനേറ്റ് ചെയ്ത് വരാനുള്ളതാണ് എന്ത്? എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഗോ ടു, റിട്ടേൺ, ബ്രേക്ക്, കണ്ടിന്യൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്കും കണ്ടിന്യൂ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ കമ്പാരിസൺസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ക്വാർട്ടേർലി ആയാലും ഹാഫ് ഇയർലി ആയാലും പബ്ലിക്കിനൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ എന്താണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം ബ്രേക്കും കണ്ടിന്യൂ. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്. ബ്രേക്ക് നമ്മൾ എവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? സ്വിച്ചിലും ലൂപ്പിലും മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ? ബ്രേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മറന്നുപോയത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്വിച്ചിലും ലൂപ്പിലും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. കണ്ടിന്യൂ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓൺലി വിത്ത് ലൂപ്പ്, ലൂപ്പിൽ മാത്രം. മറ്റേ രണ്ടിൽ സ്വിച്ചിലും ലൂപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കണ്ടിന്യൂ നമ്മൾ എവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? ലൂപ്പിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ രണ്ടാമത്തെ കമ്പാരിസൺ, ടേക്ക് ദ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്കിന്റെ പ്രത്യേകത എന്താ? ഇഫ് ഐ അല്ലേ, നമ്മൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ I = 3 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ വെച്ചിട്ട് ആ ഒരു സംഭവം സ്റ്റോപ്പ് ആവും, പിന്നെ വേറെ ഒന്നും പ്രിന്റ് ചെയ്യില്ല. കാരണം എവിടെയാണോ നിർത്തിയത് അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും എന്ത് ചെയ്യില്ല, എക്സിക്യൂഷൻ നടക്കില്ല. എന്ന് വെച്ചാൽ 1, 2 മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുള്ളൂ. പക്ഷേ കണ്ടിന്യൂല് എന്ത് പറയുന്നുണ്ട്? ടേക്ക് ദ കൺട്രോൾ ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. അല്ലേ, നമ്മൾ ആ കണ്ടിന്യൂ ആ ഒരു സെന്റൻസ് ഇപ്പോൾ I = 3 എന്ന് പറയുന്ന അല്ലേ ആ ഒരു സംഭവം മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫസ്റ്റിലെയും ബാക്കി വരുന്ന ഭാഗം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഐട്രേഷൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ. പക്ഷെ ബ്രേക്കിൽ എന്താണ്? ആ എവിടെ വെച്ചിട്ടാണോ ആ കണ്ടീഷൻ കൊടുത്തത് ആ കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ എന്ത് ചെയ്യില്ല, ഒന്നും നടക്കില്ല. അതാണ് ബ്രേക്കിലും കണ്ടിന്യൂ തമ്മിൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ബ്രേക്ക് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? സ്വിച്ചിലും ലൂപ്പിലും. കണ്ടിന്യൂ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ലൂപ്പിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നത്തെ കമ്പാരിസൺ, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ് either when break is executed or the text expression return false. ഓക്കെ, മറ്റെന്താ പറയുന്നത്? പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഓൺലി വെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ഫോൾസ്. കാരണം കണ്ടിന്യൂ പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഔട്ട്സൈഡ് പോകുന്നത്, എപ്പോഴാണോ ആ ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് ആ ഒരു കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് ഔട്ട്സൈഡിലോട്ടേക്ക് പോകുള്ളൂ. മറ്റേതിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ ടെക്സ്റ്റ് എക്സ്പ്രഷനോ ഫോൾസ് ആവുന്നത്. രണ്ട് കേസാണ് ഇവിടെ പറയുന്നത് ബ്രേക്കിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആലോചിച്ച് വെക്കേണ്ട കാര്യം ബ്രേക്കും കണ്ടിന്യൂൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിലും ലൂപ്പിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൂപ്പിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എന്താണ്? നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യും, ദെൻ വേറെ ഒന്നും എന്ത് ചെയ്യില്ല, പ്രിന്റ് ചെയ്തിട്ട് വരില്ല. എവിടെയാണോ നിർത്തിയത് അത് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ കണ്ടിന്യൂല് എന്ത് സംഭവിക്കുന്നുണ്ട്? എവിടെയാണോ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തത് അത് മാത്രം കാണില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. ലൂപ്പിൽ എങ്ങനെയാണ് വരുന്നത്? ഒന്നെങ്കിൽ നമ്മൾ എന്താ എക്സിക്യൂട്ടഡ് ഓർ ടെക്സ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ഫോൾസ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡിലോട്ട് വരുന്നത്. ഇവിടെ എന്താണ്? ഓൺലി ടെക്സ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പുറത്തേക്ക് വരുന്നുള്ളൂ.
ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ബ്രേക്കും കണ്ടിന്യൂ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, കുറച്ച് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IDE മീൻസ്. ID എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡ്സ് ഫോർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ID എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത്, IDE എന്ന് പറയുന്നത്. കാരണം ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മൾ എന്താണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്, IDE എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എക്സാമിനൊക്കെ വൺ വേർഡ് ആയിട്ട് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, IDE എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IDE എന്ന് പറയുന്നത് എന്താ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, IDE എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വി നോ ദാറ്റ് C++ ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. അല്ലെ, നമുക്കറിയാം C++ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ട്രൂ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, C++ കണ്ടെയ്ൻ ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ്. ദെൻ സെക്കൻഡ് വൺ എന്താ, C++ കണ്ടെയ്ൻ ന്യൂമോണിക്സ്. തേർഡ് വൺ എന്താ, C++ കണ്ടെയ്ൻ ഓൺലി 0 and 1. തേർഡ് ലാസ്റ്റ് വൺ എന്താ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്നാണ് ചോദ്യം. അപ്പോൾ C++ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോലെയാണ്. C++ൻ്റെ എന്ത് മാത്രമേ ഉള്ളൂ, ന്യൂമോണിക്സ്. ന്യൂമോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ആഡ് എന്ന് പറയുമ്പോൾ അഡീഷൻ നമ്മളിങ്ങനെ ഷോർട്ടാക്കി ആഡ് എന്ന് എഴുതാം, സബ്ട്രാക്ഷൻ നമ്മൾ ഷോർട്ടാക്കി സബ് എന്ന് എഴുതാം, അതൊക്കെയാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. ദെൻ C++ൻ്റെ എന്ത് മാത്രമേ ഉള്ളൂ, 0ഉം 1ഉം മാത്രമേ ഉള്ളൂ എന്നാണ് ഒന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, നൺ ഓഫ്, ഇതൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ശരി, ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും C++ എന്ന് പറയുന്നത് എന്താണ്, കണ്ടെയ്ൻ ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, C++ എന്ന് പറയുന്നത് ആണല്ലോ. C++ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇംഗ്ലീഷ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഒരു സ്റ്റേറ്റ്മെന്റ്. ഇംഗ്ലീഷ് പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്, C++ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, C++ ഈസ് എ ഡാഷ് ലാംഗ്വേജ്. C++ എന്ന് പറയുന്നത് എന്ത് ലാംഗ്വേജ് ആണ്, ഡാഷ് ലാംഗ്വേജ്. എന്ത് ലാംഗ്വേജ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു എന്താ, ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പം മറന്നു പോകരുത്, C++ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, C++ ഈസ് എ സക്സസർ ഓഫ് ഡാഷ് ലാംഗ്വേജ്. അതിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്, ഇതിന് നമ്മൾ പറയുന്നത് ഷാർപ്പ് എന്നാണ് പറയാ. ദെൻ C, ജാവ, നൺ ഓഫ് ദിസ്. അല്ലേ, അപ്പൊ ഇന്ന് ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണ്, C++ എന്ന് പറയുന്നത് എന്തിൽ നിന്ന് ഉണ്ടായതാണ്, ഏത് ലാംഗ്വേജിന്റെ സക്സസർ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, C എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്ന ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, C++ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം ഈ ആൻസർ എന്താണ്, C ആണ്. കാരണം സീനെ അപ്ഡേറ്റ് വരുത്തിയിട്ടാണ് C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറന്നു പോകരുത്, C എന്ന് പറയുന്ന ലാംഗ്വേജിനെ അപ്ഡേറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്തുണ്ടായത്, C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. അല്ലേ, ഡാഷ് ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഏതാണ് ആൻസർ, ടോക്കൺ. അല്ലേ, നമ്മൾ പറഞ്ഞ ടോക്കൺ ആണ് ഏറ്റവും സ്മോളസ്റ്റ് എന്താണ്, ഒരു യൂണിറ്റ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോക്കൺ ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ദ ഓഡ് വൺ ഔട്ട്. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഓഡ് ഏതാണോ നമുക്ക് ഇതിനകത്ത് പറ്റാത്ത അതിനെ നമുക്ക് തിരഞ്ഞെടുക്കണം. ഫ്ലോട്ട്, വോയിഡ്, ബ്രേക്ക്, അൽവിസ്. നോക്കിക്കേ, അപ്പോൾ ഇതിനകത്ത് ഫ്ലോട്ടും വോയിഡും ബ്രേക്കൊക്കെ നിങ്ങൾ ഓടി ഇത് പഠിക്കുമ്പോൾ തന്നെ കുറേ തവണ കേട്ടിട്ടുള്ള ഒരു വേർഡ്സ് ആയിരിക്കും എന്ത്, ഫ്ലോട്ടും വോയിഡും ബ്രേക്കൊക്കെ. അപ്പോൾ നിങ്ങൾ കേൾക്കാത്ത എന്താ, അൽവിസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, അൽവിസ്. അൽവിസ് എന്ന് പറഞ്ഞത് വേറൊരു ടൈപ്പ് എന്താണ്, കീവേഡ് ആണ് എന്തെന്ന് പറയുന്നത്, അൽവിസ് എന്ന് പറയുന്നത്. മറന്നുപോയി, കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. കാരണം ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, റിസർവ്ഡ് വേർഡ് ഫോർ ദ കമ്പൈലർ ഈസ് ഡാഷ്. കാരണം നമ്മുടെ കമ്പൈലറിലുള്ള റിസർവ്ഡ് വേർഡ്സിന് പറയുന്ന പേരെന്താ, എന്താ, ലിറ്ററൽസ് ആണോ, ഐഡന്റിഫയർ ആണോ, കീവേഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏത് ആൻസർ, കീവേഡ് ആണ്. അല്ലെ, ആൻസർ എന്താണ്, കീവേഡ് ആണ്. കാരണം നമ്മൾ റിസർവ്ഡ് വേർഡ് ഫോർ ദ കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്, കീവേഡ് ആണ്. മറന്നു പോകരുത്, കാരണം നമുക്കറിയാം കമ്പൈലറിന് എന്താണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇൻഡിജറിനൊക്കെ നമ്മൾ എന്തായിട്ട് കൊടുക്കും, ഇൻഡ്, ഫ്ലോട്ട് എല്ലാം പറഞ്ഞാൽ നമ്മൾ കുറേ കീവേഡ്സ് ഇല്ലേ, 4, വൈൽ, ഇതൊക്കെ കീവേഡ്. കാരണം ഈ ഒരു സംഭവം മാത്രമേ ആർക്ക് മനസ്സിലാവുള്ളൂ, കമ്പൈലറിന് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, കീവേഡ്. റിസർവ്ഡ് വേർഡ് ഫോർ ദ കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്, കീവേഡ് ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, പിക്ക് ദ ഇൻവാലിഡ് ഐഡന്റിഫയർ. നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ നമുക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കണം. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജോയിനിങ് ടൈം. അല്ലേ, അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കാരണം എന്താണെന്നും കൂടെ ചോദിക്കും, 2 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം എന്താ,
ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്പേസ്. കാരണം ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? സ്പേസ് വരുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു ഐഡന്റിഫയർ എഴുതുമ്പോൾ നമ്മൾ എന്തുണ്ടാവാൻ പാടില്ല? സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഇവിടെ നോക്കിക്കേ, ജോയിനിങ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ സ്പേസ് ഉണ്ടാകുമ്പോൾ ഇവർ എന്ത് കൊടുത്തു? ഒരു അണ്ടർസ്കോർ കൊടുത്തു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് ശരിയാണ്. പക്ഷേ സ്പേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക. കാരണം ഒരിക്കലും ഒരു ഐഡന്റിഫയറിൽ എന്തുണ്ടാകാൻ പാടില്ല? സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം സ്റ്റാർട്ട് അറ്റ് ദാറ്റ് ഫംഗ്ഷൻ, അല്ലേ? ഡാഷ് ഫംഗ്ഷൻ, അല്ലേ? ഏതാണ്? നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണല്ലോ. നമ്മൾ എഴുതുമ്പോൾ മെയിൻ എഴുതാറില്ലേ? അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം എൻ വിത്ത് ഡാഷ് ഫംഗ്ഷൻ. അതും എന്ത് തന്നെയാണ്? മെയിൻ ആണ്. നമ്മളൊരു എക്സിക്യൂഷൻ എൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. സ്റ്റാർട്ടും എൻഡും ചെയ്യുന്നത് എന്താണ്? മെയിൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ സിംഗിൾ ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ എന്താ? ഒറ്റ ലൈനിൽ എഴുതാൻ പറ്റുന്ന കമന്റിൽ ഏതാ യൂസ് ചെയ്യാന്ന്? എ ആണോ, ബി ആണോ, സി ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? എ ആണ്. കാരണം എ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഡബിൾ സ്ലാഷ് വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സിംഗിൾ ലൈൻ. നമ്മളിപ്പോൾ വേണമെങ്കിൽ സ്ലാഷ് സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2-3 ലൈൻസ് കമന്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഡബിൾ സ്ലാഷ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? ഒറ്റ ലൈനിൽ മാത്രമേ കമന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ഈ ബിയും സി ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് 2-3 ലൈൻസ് കമന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത്? ബിയും സി ഒക്കെ. എ എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ലൈൻ ആയിട്ട് ഒറ്റ ലൈൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? കമന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. ടു ടെർമിനേറ്റ് എ പ്രോഗ്രാം ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് യൂസ്ഡ്. ഇതിനകത്ത് ഏതാണ് പ്രോഗ്രാമിംഗ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക്, കണ്ടിന്യൂ, എൻഡ്, എക്സിറ്റ്. ബ്രേക്കും കണ്ടിന്യൂ അല്ല, കാരണം നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതല്ല. ബ്രേക്കും കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താ? ജം സ്റ്റേറ്റ്മെന്റ് ആണ്. എൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ല. ലാസ്റ്റ് എന്താണ്? എക്സിറ്റ് ആണ്. എക്സിറ്റ് ആണ് എൻ്റെ ആൻസർ. എക്സിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രോഗ്രാമിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറന്നുപോയി. അതിന് വേണ്ടി ലാസ്റ്റ് ഞാൻ നോട്ട് പോലെ കാണിച്ചിട്ടുള്ളത്. എക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പ്രോഗ്രാമിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. ടു റൈറ്റ് എ C++ പ്രോഗ്രാം ഫ്രം ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് എ മസ്റ്റ്? സം, മെയിൻ, ഇൻക്ലൂഡ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താ? മെയിൻ ആണ്. കാരണം ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ ഫംഗ്ഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് എന്തായിരിക്കില്ല? പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമുക്ക് എറേഴ്സ് സംഭവിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഫംഗ്ഷൻ എങ്കിലും ഉണ്ടായാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വെക്കുക. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു മെയിൻ ഫംഗ്ഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കമന്റ് സ്റ്റേറ്റ്മെന്റ് ആർ ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. കമന്റ് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈലർ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു കമന്റ്സ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ലാഷ് ഇടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സിംഗിൾ ലൈനിൽ നമ്മൾ ഡബിൾ സ്ലാഷ് ആണ്. നമ്മൾ 2-3 ലൈൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ലാഷ് സ്റ്റാർ ഇട്ടിട്ടാണ് നമ്മൾ കമന്റ്സ് എഴുതാറ്. ഓക്കെ, കാരണം ഡബിൾ സ്ലാഷ് ആണെങ്കിൽ സിംഗിൾ ലൈനും, എന്താണ് സ്ലാഷ് സ്റ്റാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2-3 ലൈൻസ് കമന്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ട്? കമന്റ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നോക്കിക്കേ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾസ് യൂസ് ചെയ്യുമ്പം ഈ കമ്പൈലറിന് മനസ്സിലാവും ഇത് കമന്റ് ആണ്, അതുകൊണ്ട് ഇത് എന്ത് ചെയ്യേണ്ട? എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതിനെന്ത് ചെയ്യും? കമ്പൈലർ ഒഴിവാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. കാരണം കമന്റ്സിനെ എന്ത് ചെയ്യാറുണ്ട്? കമ്പൈലർ ഇഗ്നോർ അല്ലെങ്കിൽ ഒഴിവാക്കാറുണ്ട്. ഓർത്തു വെക്കുക, കമന്റ്സിനെ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം കമന്റ്സിനെ എന്ത് ചെയ്യും? കമ്പൈലർ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സുനിത വാണ്ട്സ് ടു സ്കിപ്പ് 1 iteration ഫ്രം ദ ഫോളോയിങ് വിച്ച് ഹെൽപ്പ് ഹെർ. കാരണം സുനിതയ്ക്ക് എന്ത് ചെയ്യണം? ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്യണം, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ആ പേര് ഞാൻ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അതിനകത്ത് ഏതായിരിക്കും? കണ്ടിന്യൂ, ബ്രേക്ക്, ഫോർ, കേസ്. കാരണം ഇതിനകത്ത് ഫോറും കേസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാം. കാരണം ഫോർ എന്ന് പറഞ്ഞ ലൂപ്പാണ്. കേസ് എവിടെയാണ്? സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? കേസ് പഠിച്ചത് ആണല്ലോ. അപ്പോൾ കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് ആണ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താ? അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അടുത്ത് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇവിടെ സുനിതയ്ക്ക് എന്താ വേണ്ടത്? അത് ആ ഒരു ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യണം? പോകണം, തിരിച്ച് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? കണ്ടിന്യൂ എന്ന് പറയുന്ന
ജെം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക, മറന്നു പോകരുത്. കണ്ടിന്യൂ ബ്രേക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കമ്പാരിസൺസും മറ്റു കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.